പാവ മനുഷ്യൻ. അയാളുടെ നടത്തേം പാവങ്ങളെ തോന്നും അയാളുടെ മോനെ അവനെന്ന്. ചുമ്മാ ചോടും. അങ്ങനെയല്ലേ മാന്നെ? ഇനിയിപ്പൊ ആശുപത്രി കൊണ്ടുപോയതിന് കാറ് വിളിക്കുന്നു പറഞ്ഞ അവന്മാർ പിരിവിന് വരും. ഇപ്രാവശ്യം ഞാൻ കൊടുക്കത്തില്ല. 1-2 പ്രാവശ്യമാണോ? ഇത് 3ാമത്തതാ. നടങ്ങണോ? ഓരോ ഏഴാവൂടങ്ങള് ഒന്നിനു പുറകെ മറ്റൊന്നോ വന്നുകൊള്ളൂ. ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങളുടെ കിടപ്പ്? തന്നെ അടുത്തില്ലേ? ഏമാനെ, ഇതൊരു തരം ശിക്ഷയാ. വട്ടല്ല, അതിനപ്പുറം വന്നാലും കുറ്റം പറയാൻ ഒക്കത്തില്ല. നാട്ടുകാർക്ക് ഇതൊരു പാട്ടും പറിച്ചതുമായല്ലോ. അല്ലേലും ഇങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകത ഉള്ളതാ. ഒരു അച്ഛനെടുത്ത പോലെ ഇരിക്കും. അച്ഛനെടുത്താലും ഇത്രയും ഒക്കത്തില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തുമില്ല. നേരിലൊന്ന് കണ്ടു നോക്കണം. എന്തൊരു സാധ്യമല്ലോ. സാമ്യമല്ലടോ, കുട്ടപ്പൻ തന്നെ. അങ്ങ് ഓച്ചറം നിന്ന് വരുന്ന ഒരു പണ്ടാരവാ. കാളയുമായി ഇറങ്ങിയതാ. ഇവിടെല്ലാം കറങ്ങിയപ്പോ പണ്ടാരകളുടെ വീട് ഈ മല വഴിക്ക് ഇതേ ഉള്ളെന്നറിഞ്ഞു. എന്നാ പിന്നെ ഒന്ന് കയറാമെന്നും വെച്ചു. ഇവിടെ ചേച്ചി മാത്രമേ ഉള്ളൂ. എല്ലാരും പപ്പടം വെക്കാൻ പോയിരിക്കുക. നന്നായി. കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നല്ല മോര്, പാകത്തിനുപ്പും പച്ചമുളകും ഉള്ളിയും അല്പം ഇഞ്ചിയും ഇട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഇത്ര സ്വാദോടെ മോരും വെള്ളം കുടിക്കൊരു ഭാഗ്യമാ. എന്താ അമ്പിയുടെ പേര്? നാണവാ. ഓച്ചിറപ്പരുദേവരുടെ നേർച്ച കാളയാ. കാളയ്ക്ക് എന്തെങ്കിലും നൽകാം. പണ്ടാരത്തിനും ആണ്ടവാ.
ഭാഗ്യവാൻ. എവിടെ ആയിരുന്നു? കിഴക്കൻ പ്രദേശത്ത് നിന്ന് കറങ്ങി. കോളം വല്ലതും കിട്ടിയോ മാധു? തന്റെ കാള നേരത്തെ ഇരണ്ടപ്പോ ഞങ്ങൾക്കൊരു സംശയം. ആ, കുറച്ചു നാളായില്ലേ ഇവിടെ ഒക്കെ കണ്ടിട്ട്. പറ. ഒരു ചെറിയ കോള് കിട്ടി. കോള് മുറുക്കി ഞാൻ അങ്ങോട്ട് കൂടുക. മലവഴിക്കൊരു വീട്ടിൽ കാളയുമായുള്ള പോക്ക് മതിയാക്കുക. പിന്നെ ഇതിനേക്കാൾ നല്ല ആദായമാ പപ്പടത്തിന്റെ പണി. മാറ്റ്നീടേതാ ഈ സുന്ദരാമ്പാള പാറശാല തങ്കപ്പന്റെ പക്കാല കേട്ടിട്ട് രോമാഞ്ചം കൊണ്ട് പൊന്മോതിരം ഊരി കൊടുത്തത്. അല്ല, പട്ടാമ്പാട് മോശമല്ല. എന്തൊരു ശരീരം! കണ്ട പെണ്ണുങ്ങളുടെ ശരീരം വർണ്ണനയ്ക്ക് ഇയാൾക്ക് നാണയില്ലേ? അത് ഈ നട്ടിച്ച നേരത്ത് എന്നെ കൊണ്ടൊന്നും ശല്ലിക്കണ്ട. ഓടക്കല്ലേ അമ്മയാരെ. ആരെങ്കിലും കണ്ടാൽ എന്തോ വിചാരിക്കും? കല്യാണം കഴിഞ്ഞിട്ട് 10 നാള് പോലും ആയിട്ടില്ല. അതൊക്കെ നിന്നെ തുടങ്ങി വെച്ച്. എന്ത് തുടങ്ങിയെന്നാ? ഓച്ചിറ പരദേവരാണ് സത്യം. എല്ലാം നിർത്തി. നിന്നെ ആദ്യ ദിവസം കണ്ടപ്പോ തന്നെ മോരും വെള്ളം കുടിച്ചപ്പോ തന്നെ കെട്ടണമെന്ന് വിചാരിച്ച. പിന്നെ നിന്റെ പപ്പടത്തിന്റെ രുചി അറിഞ്ഞപ്പോ കെട്ടിയേ അടങ്ങുന്നായി. അതിനുവേണ്ടി നിന്റെ തള്ളയെ സോപ്പിട്ടു. അതിനുവേണ്ടി ഞാൻ പെട്ട പാട്. എന്റെ കാളെ വരെ വിൽക്കേണ്ടതായി വന്നു. അത്രയും സ്നേഹമുള്ള ആളായിരുന്നേൽ തൊട്ടടുത്ത് ശ്രീമുരുകൻ പടം വന്നിട്ട് നല്ല വരുന്ന സമയത്ത് പോലും ഒന്നു കൊണ്ടുപോയി കാണിച്ചോ? കൊട്ടകയുടെ മുന്നിൽ കൂടി പോന്നപ്പോ കാണാത്ത ഭാവത്തിലൊരു നടത്തം. നല്ല പാട്ടുണ്ടെന്ന് എല്ലാരും ചൊല്ലണത്. ഇപ്പൊ എന്നാ പാട്ട്? പുളിമൂട്ട, കാളിയന്റെ രത്നം, NS കൃഷ്ണൻ, TA മധുരം. പടം കാണണേ, തമിഴ് പടം കാണണം. പാട്ട് കേൾക്കണേ, തമിഴ് പടം തന്നെ കാണണം. കഴിഞ്ഞ തവണ പഴനിക്ക് പോയപ്പോ പൊള്ളാച്ചി വെച്ച് ശിവകവി കണ്ടു. എന്നാ പാട്ട്! ത്യാഗരാജ ഭാഗവതരുടെ പടം കണ്ടിട്ടുണ്ടോ? ശിവകവി വിശാലമായ നെറ്റിയിൽ ചന്ദ്രക്കല പോലെ പൊട്ടും തൊട്ട് കഴുത്തോളം നീട്ടി വളർത്തിയിട്ടിരിക്കുന്ന തലമുടി 2 കൈ കൊണ്ടൊന്ന് തട്ടി നിവർത്തി ഭാഗവതർ നീട്ടി ഒരു രാഗം വെച്ച് പിടിച്ചാൽ എന്നാ പറയാൻ, പെണ്ണുങ്ങളുടെ സൗണ്ട് പോലും തോറ്റു. അവിടെയും കടശയിൽ പെണ്ണുങ്ങളിൽ കൊണ്ട് നിർത്തി. അമ്മയാരെ, ഞാൻ തോറ്റിരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും?